സുഹൃത്തുക്കളെ, കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം UDFിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ചർച്ച ഒരു വശത്ത് ശക്തി പ്രാപിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ചും VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റൊന്നുണ്ട്. അത് KPCC അധ്യക്ഷ സ്ഥാനമാണ്. നിലവിൽ KPCC അധ്യക്ഷനായിട്ടുള്ളത് സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് തീർച്ചയായിട്ടും ആരും മുഖ്യമന്ത്രിയായാലും ആ ക്യാബിനറ്റിൽ അംഗമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുധാകരൻ അനാരോഗ്യം കാരണം മാറിയ ഒടുവിലാണ് ഏകദേശം ഒരു വർഷം മുമ്പ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാവുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരുടെ ഏകദേശം 1/2 ഡസനിലേറെ പട നമ്മുടെ നാട്ടിൽ പോകുന്നുണ്ട്. പിന്നെ K മുരളീധരനുണ്ട്, BM സുധീരനുണ്ട്, MM ഹസനുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, തുടങ്ങി ഒരുപാട് പേര് മുൻ KPCC അധ്യക്ഷന്മാരായിട്ട് രംഗത്തുണ്ട്. പക്ഷേ അവരാരും ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചരടുകൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വടകരയിൽ നിന്നുള്ള MP ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ്. പക്ഷേ അത്ര എളുപ്പത്തിൽ സാധ്യമാവില്ല എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത്. കാരണം ഷാഫി പറമ്പിൽ വരുന്നതിനോടും ഈ 3 വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് തന്നെ വിയോജിപ്പുണ്ട് എന്നതാണ്. സതീഷിനോടടുപ്പമുള്ളവർക്ക്, KCയോടടുപ്പമുള്ള KCയുടെ വലങ്കൈയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക്, അതോടൊപ്പം തന്നെ K സുധാകരനോട് അടുപ്പമുള്ള ചില ആളുകൾക്ക്, K മുരളീധരനോട് അടുപ്പമുള്ള ആളുകൾക്ക്, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയോട് അടുപ്പമുള്ള ആളുകൾക്കൊക്കെ തന്നെ എതിർപ്പുണ്ട്. അവർ ആ കാര്യത്തിൽ അവർ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ്. അവർക്കിടയിൽ മറ്റുള്ള വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനാവുന്നതിനോട് അവർ യോജിക്കുന്നില്ല. സ്വാഭാവികമായും വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള AP അനിൽകുമാർ മന്ത്രിസഭയിൽ അംഗമാകും. PC വിഷ്ണുനാഥ് വർക്കിംഗ് പ്രസിഡന്റാണ്, അദ്ദേഹവും മന്ത്രിസഭയിൽ ഇടം പിടിക്കും. പിന്നീട് അതിൽ ഫ്രീ ആയിട്ടുള്ള ഒരാൾ ഷാഫി പറമ്പിലാണ്. അതുകൊണ്ടാണ് ഷാഫി വരും എന്ന രീതിയിലുള്ള ധ്വനിയും അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകളും ക്യാൻവാസിങ്ങുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നു, ഷാഫി പറമ്പിൽ വരാൻ പോകുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. അതിനൊരു 1% സാധ്യത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഈ 3 ശക്തി കേന്ദ്രങ്ങളുമായും അടുത്ത് നിൽക്കുന്ന അവരുടെ ഉപദേശകരായിട്ടുള്ള അവരുടെ വലങ്കൈയായി നിൽക്കുന്ന ആളുകൾക്ക് ഇടയിൽ തന്നെ ഷാഫിക്ക് സ്വീകാര്യതയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നത്, KPCC പ്രസിഡന്റ് ആവുന്നതിനോട് അവർക്കും താല്പര്യമില്ല. കാരണം മലബാറിൽ നിന്ന് അങ്ങനെ ഒരു അധികാര കേന്ദ്രം ഉണ്ടാവുകയും അത് തീവ്ര വർഗീയ സംഘടനകളുമായി ഒക്കെ അവിശുദ്ധ ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരാൾ വരുന്നത്, അത് മുസ്ലിം ലീഗിനെ പോലെയുള്ള താരതമ്യേന മതേതര സ്വഭാവം വെച്ച് പുലർത്തുന്ന മൗദൂദികളെ പോലെയുള്ള വൃത്തികെട്ട വർഗീയത എന്നും പറയാത്തൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഭാരമായി മാറുമെന്ന നല്ല തിരിച്ചറിവ് അവർക്കുണ്ട്. ഇപ്പോൾ അവിടെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബെന്നി ബെഹനാൻ്റെ പേരാണ്. ബെന്നി ബെഹനാൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാം. ഷാഫിയൊക്കെ ട്രൗസറും കൂടി ഇടാതെ നടക്കുന്ന കാലത്ത്, നിക്കറും കൂടി ഇടാതെ നടക്കുന്ന കാലത്ത് അന്ന് ഈ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പോൾ 74 വയസ്സുണ്ട്. അദ്ദേഹം തിരുക്കൊച്ചിയിലെ ബംഗാളിലാണ് ജനിച്ചത്. അതിന് ശേഷം അദ്ദേഹം 52 ഓഗസ്റ്റ് 22-നാണ് ജനിക്കുന്നത്. ബിരുദധാരിയാണ്. അദ്ദേഹം 78-79 KSMൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 79-82 യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. 81 KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായി. 82 തൊട്ട് 87 വരെ പിറവം MLA ആയിരുന്നു. അതോടൊപ്പം തന്നെ 96 മുതൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ അംഗമാണ്, AICC അംഗമാണ്. വീക്ഷണം പത്രത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററായിരുന്നു. അതേപോലെ 2010 അദ്ദേഹം തൃശ്ശൂർ DCCയുടെ പ്രസിഡന്റായിരുന്നു. തൃക്കാക്കര MLA ആയിരുന്നു 11-16. 2016 BM സുധീരൻ ചില കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തെയും അതേപോലെ തന്നെ തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള K ബാബുവിനെ മാറ്റണമെന്ന് BM സുധീരൻ കടമ്പിടുത്തം പിടിച്ചതിൻ്റെ പുറത്ത് അദ്ദേഹം ഒരു പരാതിയുമില്ലാതെ മാറിക്കൊടുത്തു. നമുക്കറിയാം, അദ്ദേഹം A ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് മാനേജർ എന്നറിയപ്പെടുന്ന ആളായിട്ടും A ഗ്രൂപ്പുകാരനല്ലാത്ത ഹൈബി ഈഡൻ അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, വസതിയിൽ പോയി ആലിംഗനം ചെയ്ത് കരയുന്ന ഒരു ദൃശ്യം അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം അത്രത്തോളം ഗ്രൂപ്പുകൾക്ക് അതീതമായി കഴിവുള്ള ചെറുപ്പക്കാരോട് ബന്ധം വെച്ച് പുലർത്തുന്ന, അവരെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന, അവരുടെ ഒരു ഗോഡ് ഫാദറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ശേഷം 2019 അദ്ദേഹം ലോക്സഭയിലേക്ക് ചാലക്കുടിയിൽ നിന്ന് മത്സരിച്ചു, വിജയിച്ചു. അദ്ദേഹം 2024 വീണ്ടും വിജയം ആവർത്തിച്ചു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിന്നിരുന്നെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെടുമായിരുന്ന, 1ാം സ്ഥാനത്ത് തന്നെ പരിഗണിക്കപ്പെടുമായിരുന്ന ഒരു വ്യക്തിയാണ് ഈ നമ്മുടെ ബെന്നി ബെഹനാൻ. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുന്നതിൽ മാത്രം താല്പര്യം പ്രകടിപ്പിക്കുകയും
അധികാരത്തോടെ അതിരുവിട്ട് ആർത്തി സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുകയും അദ്ദേഹവും പി ടി തോമസുമാണ് ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയുടെയും കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നത്. അത് ഡീൻ കുര്യാക്കോസ് തൊട്ട് ടി സിദ്ദിഖ് MLA തൊട്ട് ഡീൻ കുര്യാക്കോസ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, അതേപോലെ പിന്നെ കൽപ്പറ്റ MLA പിന്നെ ടി സിദ്ദിഖ്, അതേപോലെ തന്നെ PC വിശ്വനാഥ് കുണ്ട്ര MLA തുടങ്ങി ഷാഫി പറമ്പിലും BS ജോയിയും വരെയുള്ളവരെ മുഴുവൻ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് ഇവർ രണ്ടുപേരും എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെയൊക്കെ സ്നേഹം എത്ര പേർ ഓർക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാളൊഴികെ ബാക്കിയുള്ളവരൊക്കെ നന്ദിപൂർവ്വം അവരുടെ പേരുകൾ ഓർക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി തന്നെ തള്ളി പറഞ്ഞ കാര്യം ഷാജിൽ സ്കറിയ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഷാഫി ഉമ്മൻചാണ്ടിയെ തള്ളി പറഞ്ഞ ഷാഫി പി ടി തോമസിനോടോ അല്ലെങ്കിൽ ബെന്നി ബെഹനാനോടോ നന്ദി കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തന്നെ വളർത്തിക്കൊണ്ടുവന്ന BHK തങ്ങളെടുത്ത് പട്ടാമ്പിയിലെ തങ്ങളെടുത്ത് നന്ദികേട് കാണിച്ച ഷാഫിയിൽ നിന്ന് അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഷാഫി ഇദ്ദേഹത്തെ വെട്ടി പ്രസിഡന്റ് ആവാനുള്ള ശ്രമം നടക്കില്ല എന്നാണ് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പുകൾക്ക് അതീതമായി 3 നേതാക്കന്മാരോടും അനുഭാവം വെച്ച് പുലർത്തുന്ന യുവ നേതാക്കന്മാർക്കിടയിൽ, മുതിർന്നവർക്കിടയിൽ ഒക്കെ, പ്രത്യേകിച്ച് മലബാറിൽ നിന്നുള്ളവർക്കിടയിൽ വലിയ പ്രതിഷേധം ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഫി KPCC പ്രസിഡന്റ് ആവാനുള്ള സാധ്യത 1% മാത്രമാണ് ഞാൻ കാണുന്നത്. പലരും പറയുന്നു ഷാഫി വരും, ഷാഫി മാത്രമായിരിക്കുമല്ലോ KPCC പ്രസിഡന്റ്, മന്ത്രിയാവും. AP അനിൽകുമാറും പിന്നെ PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള 2 വർക്കിംഗ് പ്രസിഡന്റുമാരും മന്ത്രിമാരാവും. പിന്നീട് ഒഴിവ് വരുന്നത് ഷാഫിയാണ്. അതുകൊണ്ട് ഷാഫി പ്രസിഡന്റ് ആവും എന്ന് പറയുമ്പോഴും അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അത് വിരളമാണ്. അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോയാൽ അത് ആത്മഹത്യാപരമായ തീരുമാനം കൂടിയായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം ഇദ്ദേഹം പിന്നെ വിവിധ കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ പലരെയും ഇദ്ദേഹം റിക്രൂട്ട് ചെയ്ത് കൊണ്ടിരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പല മുന്നണി കൺവീനറായിരുന്നു. പല ഘട്ടങ്ങളിലും പിന്നെ ചടുലമായ നീക്കങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്നാൽ പാർട്ടിക്ക് കേടുവരുന്ന ഒരു നീക്കത്തിലേക്ക് അദ്ദേഹം ഒരു കാലഘട്ടത്തിലും പോയിട്ടില്ല. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തൻ്റെ പ്രസ്ഥാനത്തിന് ദോഷം വരുന്ന ഒന്നും ബെന്നി ബെഹനാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുപ്പം വെച്ച് പുലർത്തിയിരുന്ന, ആ കുടുംബത്തോട് ഏറ്റവും ചേർന്ന് നിന്നിരുന്ന ഒരാളാണ് ബെന്നി ബെഹനാൻ. 2023-ൽ 2022 അവസാനത്തിൽ ഉമ്മൻചാണ്ടിക്ക് രോഗാവസ്ഥ മൂർച്ഛിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തെ ജർമ്മനിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയപ്പോൾ പോലും അദ്ദേഹത്തെ അനുഗമിക്കാൻ പാർട്ടി നിയോഗിച്ചത് ഉമ്മൻചാണ്ടിയുടെയും കൂടി മനസ്സ് അറിഞ്ഞുകൊണ്ട്, ആ കുടുംബത്തിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ബെന്നി ബെഹനാനെയാണ് പിന്നെ കൂടെ വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുമായും ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായും ആത്മബന്ധം വെച്ച് പുലർത്തിയിരുന്ന പിന്നെ ബെന്നി ബെഹനാനെ തന്നെ KPCC പ്രസിഡന്റാക്കി കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തോട് അനുഭവമുള്ള ആളുകൾക്കും താല്പര്യമുണ്ടാവും. അതേപോലെ തന്നെ KC വേണുഗോപാലിനോ VD സതീഷിനോ ഇതിലൊരു എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് സണ്ണി ജോസഫ് മന്ത്രിയായി മാറുന്ന സമയത്ത് ഒരു കമ്മ്യൂണൽ ഇക്വേഷനും ബാലൻസിങ്ങും ഒക്കെ ഇവർ നോക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് മുന്നണി കൺവീനർ സ്ഥാനത്തും വരാൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഷാഫി പറമ്പിൽ KPCC അധ്യക്ഷനാവാനുള്ള സാധ്യത എനിക്കിപ്പോൾ കാണുന്നില്ല. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവരിവിടെ ഇരുന്നിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടണമെന്നാണ് മനസ്സിലാവാത്തത്. ആകെ കേരളത്തിൽ മാത്രമേ ഈ സാധനം ഉള്ളത്. കർണാടകയിലും തെലങ്കാനയിലും ഉള്ളത് അവസാനിക്കാൻ പോവുക. സോണിയാഗാന്ധിക്ക് ഇനി നാളെ ഒരിക്കൽ രാജ്യസഭയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഇടത്തും പോകാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് പോകണം. രാഹുൽ ഗാന്ധിക്ക് 2019 ലോക്സഭയ്ക്ക് മത്സരിക്കാൻ ഇന്ത്യയിൽ സുരക്ഷിതമായ ഒരൊറ്റ സീറ്റും ഉണ്ടായിരുന്നില്ല. അമേത്തിയിൽ തോറ്റുവന്ന് അന്ന് വയനാട്ടിൽ നിന്നാണ് ജയിച്ചത്. 2024 അതേ അമേത്തിൽ പോയിട്ട് മത്സരിച്ച് ജയിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് റായ്ബറേലിയിൽ അമ്മയുടെ സീറ്റിലും വയനാട്ടിലും കൂടി മത്സരിച്ചു. 2 കൂടി ജയിച്ചപ്പോൾ റായ്ബറേലി പിന്നെ അദ്ദേഹം നിലനിർത്തി, അമേത്തി പിന്നെ വയനാട് സീറ്റ് പെങ്ങൾക്ക് വിട്ടുകൊടുത്തു. അതായത് ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന ഒരു പാർട്ടിക്ക് ഇന്ന് ഇന്ത്യയിൽ സുരക്ഷിതമായ ഒരു ചെറിയ താവളം എന്ന് പറയാൻ പറ്റുന്നത് ആകെയുള്ള MLA-മാരിൽ MP-മാരിൽ 3.5% മാത്രം സംഭാവന ചെയ്യുന്ന 540 ചില്ലാനം MP-മാരുണ്ട്. അതിൽ 3.5% 20 MP-മാരെ മാത്രം സംഭാവന ചെയ്യുന്ന കേരളത്തെ ആശ്രയിക്കേണ്ടി വരുന്നു ദേശീയ നേതാക്കന്മാർക്ക്. മല്ലികാർജ്ജുൻ ഖാർഗെക്ക് കർണാടകയിലും തെലങ്കാനയിലൊക്കെ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പാർലമെന്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രാജ്യസഭയ്ക്ക് പോകേണ്ടി വരും. DK ശിവകുമാറിന് അവിടെ പ്രതിപക്ഷ നേതാവാകാതെ കേന്ദ്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് രാജ്യസഭയിൽ പോകേണ്ടി വരും. ആ അവസ്ഥയിൽ അവർ നിൽക്കുന്നത്. തമിഴ്നാട്ടിലാവട്ടെ, തമിഴ്നാട്ടിൽ രാത്രി കടന്നുറങ്ങിയപ്പോൾ DMK-നൊപ്പം സ്റ്റാലിനെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങി. സ്റ്റാലിൻ നല്ല ഉറക്കത്തിലായപ്പോൾ മറ്റൊരു വിജയ് ജയിച്ചു എന്ന് കണ്ടപ്പോൾ മെല്ലെ സ്റ്റാലിൻ അറിയാതെ മെല്ലെ കട്ടിലുമെന്ന് നോർന്നിറങ്ങിയിട്ട് വിജയിൻ്റെ പുതപ്പിനടി പോയി കയറി കൂടിയവരാണ് കോൺഗ്രസ്. ആ അവസ്ഥയിലാണ് നിൽക്കണേ. അങ്ങനെ പിന്നെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ മുഴുവൻ ശക്തി നഷ്ടപ്പെടുകയും അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളയുകയും ചെയ്ത കോൺഗ്രസിന്
ഒരു ജീവൻ ബാക്കിയുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിൽ അതിനെ മൗദൂദികളുടെ മുമ്പിൽ പിന്നെ കാൽ കീഴിൽ കൊണ്ടുപോയി പിന്നെ പണയം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ വളരെ പിന്നെ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് കോൺഗ്രസിന് താങ്ങാൻ പറ്റാത്തതായിരിക്കും. വളരെ എളുപ്പം BJPക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള വഴി തുറക്കലായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോയില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാർ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടുള്ള, ഇപ്പോഴും അതിലൊക്കെ പ്രവർത്തിക്കുന്ന, കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന, കോൺഗ്രസിൻ്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന, ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്ന, പിന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും നേതാക്കന്മാരും ഉൾപ്പെടെയുള്ളവർ ഷാഫി പറമ്പിൽ വരുന്നതിനെതിരായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ മനോവികാരം അവിടെയാണ്. അതിനെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ KC വേണുഗോപാലോ സാക്ഷാൽ രാഹുൽ ഗാന്ധിയോ VD സതീശനോ രമേശ് ചെന്നിത്തലയോ തയ്യാറാവും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് വീണ്ടും അടിവരയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗുഡ് മോർണിംഗ്.